അൺബയാസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോബ്ലം നോക്കാം. ഗിവൺ f of x is equal to 1 by root 2 pi theta e power minus x square by 2 theta. ഇവിടെ എക്സിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഷോ ദാറ്റ് 1 by n summation xi square is unbiased for theta. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? നമുക്കിവിടെ ഒരു PDF f of x തന്നിട്ടുണ്ട്. And based on this PDF, we have to prove that this 1 by n summation xi square is an unbiased estimator for theta. 1 by n summation xi square theta ൻ്റെ unbiased estimator എന്ന് പറയുമ്പം എന്താ കാണിക്കേണ്ടത്? എക്സ്പെക്റ്റേഷൻ ഓഫ് 1 by n summation xi square is equal to theta എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എക്സ്പെക്റ്റേഷൻ ഓഫ് 1 by n summation xi square എന്തായെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് എന്താന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ആസ് 1 by root 2 pi theta e power minus x square by 2 theta. ഓക്കെ, ആൻഡ് എക്സിൻ്റെ വാല്യൂ റേഞ്ചസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് 1 by n സമ്മേഷൻ xi സ്ക്വയർ കണ്ടുപിടിക്കുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് 1 by n സമ്മേഷൻ xi സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ 1 by n കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് എടുക്കും. ദാറ്റ് ഈസ് 1 by n, പിന്നെ എന്താണ് 1 by n എക്സ്പെക്റ്റേഷൻ സമ്മേഷൻ xi സ്ക്വയർ. ഓക്കെ, 1 by n എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by n സമ്മേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ xi സ്ക്വയറിന് എഴുതാം. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് സംസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? സം ഓഫ് എക്സ്പെക്റ്റേഷൻസിന് ഈക്വലാണ്. ഇവിടെ അപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi സ്ക്വയർ എന്ന് പറയുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ആൻഡ് സോ ഓൺ ടിൽ xn സ്ക്വയർ എന്നല്ലേ ഉണ്ടാവുക. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ xi സ്ക്വയർ എന്നെഴുതാം. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് എഴുതാം. ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 1 by n സമ്മേഷൻ xi സ്ക്വയർ ആണ് ചെയ്യുന്നത്. ഇതിൽ 1 by n കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 by n എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 by n എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi സ്ക്വയർ എന്ന് കിട്ടി. സമ്മേഷൻ xi സ്ക്വയർ എന്ന് പറയുമ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിലെ ഓരോ ടേമിനും എക്സ്പെക്റ്റേഷൻ കൊടുക്കുക. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 സ്ക്വയർ ആൻഡ് സോ ഓൺ ടിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ എന്ന് കിട്ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്ക് 1 by n സമ്മേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഗിവൺ ആസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? ഇനി നമുക്കിവിടെ കണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ്പെക്റ്റേഷൻ കഴിഞ്ഞ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ എന്താ പറയുക ഇൻറ്റഗ്രൽ എടുക്കുക. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു എച്ച് PDF. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ PDF നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ? എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ആസ് 1 by root 2 pi theta e power minus x square by 2 theta. നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് എവിടം വരെയാണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് പറയുമ്പം ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ക്വാണ്ടിറ്റി xi സ്ക്വയർ ഇൻറ്റു
ഇനി എക്സിൻ്റെ PDF. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഫ്രം -∞ to ∞ xi square into PDF of x, that is 1/√2 pi theta e power -x square by 2 theta into dxi. ഇത് എഫ് ഓഫ് എക്സ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ എന്ന് പറയുമ്പം ഇൻറ്റഗ്രൽ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? നമ്മൾ ഈ 1/√2 pi തീറ്റ ഉണ്ടല്ലോ, ഇതെന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. കാരണം നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. 1/√2 pi തീറ്റയിൽ എക്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടേമും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ആ 1/√2 pi തീറ്റേനെ ഇൻറ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുത്തു. 1/√2 pi തീറ്റ ഇൻറ്റഗ്രൽ ഫ്രം -∞ to ∞ xi square into e power -xi square by 2 theta dxi. ഓക്കെ, ഇനി എന്താണ്? ദിസ് ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഇത് ഈവൻ ഫംഗ്ഷനാണ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/√2 pi തീറ്റ ഇൻറ്റഗ്രൽ ഫ്രം -∞ to ∞ എന്നുള്ളതിന് പകരം നമുക്ക് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 times ഇൻറ്റഗ്രൽ ഫ്രം 0 to ∞ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, സിൻസ് എക്സ് ഐ സ്ക്വയർ e power -xi square by 2 theta is an even function, we can write this integral as integral from -∞ to ∞ എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതും? 2 times integral from 0 to ∞ xi square into e power -xi square by 2 theta dxi എന്ന് എഴുതും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്? ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 1/√2 pi തീറ്റ 2 times ഇൻറ്റഗ്രൽ ഫ്രം 0 to ∞ xi square e power -xi square by 2 theta dxi എന്ന് കിട്ടി. ഇനി നമ്മൾ xi സ്ക്വയറിന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. xi സ്ക്വയറിന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ xi സ്ക്വയറിന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ. ഇനി എന്ത് ചെയ്യുക? ഈ xi സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു xi എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ xi സ്ക്വയറിന് ഡെറിവേറ്റീവ് എടുക്കുമ്പം 2xi dxi എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? du എന്ന് കിട്ടും. അപ്പോൾ dxiന് പകരം നമുക്ക് എന്ത് എഴുതാം? du ഡിവൈഡഡ് ബൈ 2xi എന്ന് എഴുതാം. xi സ്ക്വയർ u ആണെങ്കിൽ xi എന്തായിരിക്കും? √u ആയിരിക്കുമല്ലോ. സോ dxi എന്നുള്ളത് du ബൈ 2xi അല്ലേ? സോ xiക്ക് പകരം നമുക്ക് √u എന്ന് എഴുതാം. കാര്യം ക്ലിയർ ആയോ? xi സ്ക്വയറിന് നമ്മൾ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. xi സ്ക്വയർ u ആണെങ്കിൽ xi എന്തായിരിക്കും? √u ആയിരിക്കും. ഓക്കെ, ഇനി xi സ്ക്വയർ ഇസ് ഈക്വൽ ടു u. ഇനി എന്ത് ചെയ്യുക? നമ്മളതിനെ രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. xi സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2xi dxi, പിന്നെ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ du. ഇതിൻ്റെ അകത്തുനിന്ന് dxi ഇസ് ഈക്വൽ ടു du ഡിവൈഡഡ് ബൈ 2xi എന്ന് എഴുതാം. xi എന്ന് പറയുന്നത് √u ആണ്. സോ dxi എന്നുള്ളത് du ബൈ 2√u ആണ്. ഇനി ഈ എല്ലാ ചേഞ്ചസും എന്ത് ചെയ്യുക? ഇവിടെ വരുത്തുക. സോ xi സ്ക്വയറിന് പകരം നമ്മൾ എന്താണ്? ui എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. xi സ്ക്വയറിന് പകരം ui എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താണ്? xi സ്ക്വയറിന് ui എന്ന് കൊടുക്കുക. അപ്പോൾ e പവർ -xi സ്ക്വയർ ബൈ 2 തീറ്റ എന്ന് പറയുമ്പം e പവർ -ui ബൈ 2 തീറ്റ എന്ന് വരും. പിന്നെ dxi എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? du ഡിവൈഡഡ് ബൈ dui ഡിവൈഡഡ് ബൈ 2√ui ആണ്. ഓക്കെ, dxi എന്നുള്ളത് dui ഡിവൈഡഡ് ബൈ 2√ui. ഒന്നും കൂടെ പറഞ്ഞുതരാം. xi സ്ക്വയറിന് ui എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫോമിലേക്ക് കിട്ടും. dxi ഈസ് ഈക്വൽ ടു dui ഡിവൈഡഡ് ബൈ 2xi എന്ന് കിട്ടും. xi എന്ന് പറയുന്നത് എന്താണ്? √ui ആണ്. ആ xiന് പകരം √ui എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ dxi ഈസ് ഈക്വൽ ടു dui ഡിവൈഡഡ് ബൈ 2√ui എന്ന് വരും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക?